ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇവ നാം ആക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഇല്ല, നമ്മുടെ ശരീരത്തിന് ചലനങ്ങളില്ല, മറിച്ച് നാം ഒരേ രീതിയിൽ ശരീരത്തിനെ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് കാരണം ചലനങ്ങളില്ലാതെ തന്നെ നമ്മുടെ മസിൽ ആക്ടിവേറ്റഡ് ആകുന്ന എക്സസൈസാണ് ഐസോമെട്രിക് എക്സസൈസ്. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷാദ് എസ് കെ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പ്രധാനമായും ചില വ്യായാമത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരോടും വ്യായാമം വേണമെന്ന് പറയുമ്പോൾ ആദ്യമായി പറയുന്നൊരു കാര്യം അവർക്ക് സമയമില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ 5-10 മിനിറ്റ് പോലും വ്യായാമം ചെയ്യാൻ ലഭിക്കാറില്ല. എന്നാൽ എല്ലാവർക്കും വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാം. വ്യായാമം എന്ന് പറയുമ്പോൾ ശരീരത്തിലുണ്ടാക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഗുണകരമായ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇന്ന് പലരും വ്യായാമം ചെയ്യുന്നത് വീടിനുള്ളിലാണ്, ജിമ്മിനുള്ളിലാണ്, അല്ലെങ്കിൽ അടഞ്ഞ മുറികളിലാണ് പലരും വ്യായാമം ചെയ്യുന്നത്. വളരെയധികം പഠനങ്ങൾ നാം വ്യായാമം പുറത്ത് ചെയ്യുന്നത് കൊണ്ടും സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് അടിക്കുന്നത് കൊണ്ടുള്ള പല ഗുണങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന 5 വ്യായാമ മുറകൾ ഐസോമെട്രിക് എക്സസൈസസ് എന്നാണ്. ഐസോമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മസിലിൻ്റെ നീളം ഒരേ നിലയിലായിരിക്കും നിലനിർത്തുന്നത്. വെയിറ്റ് എടുക്കുന്ന എക്സസൈസ് അല്ല, ജോയിൻസുകളിൽ മൂവ്മെൻറ്റ് വരുന്ന എക്സസൈസ് അല്ല. നമ്മുടെ ശരീരത്തിലെ മസിൽസിനെ പ്രത്യേക ഒരു രീതിയിൽ, ഒരു നീളത്തിൽ നിലനിർത്തിക്കൊണ്ടുള്ള വ്യായാമ മുറയാണ്. 45 സെക്കൻഡ്സോളം നാം വ്യായാമം ചെയ്യുന്നു, 15 സെക്കൻഡ്സ് നാം റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ 5 എക്സസൈസാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ ലളിതമായ, എല്ലാവർക്കും ചെയ്യാവുന്ന 5 എക്സസൈസ്. ഇവയ്ക്ക് പ്രമേഹത്തിനും ഹൃദ്രോഗങ്ങൾക്കും വേണ്ടി മരുന്ന് കഴിക്കുന്നവർ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ച ശേഷം മാത്രം വ്യായാമങ്ങൾ ചെയ്ത് തുടങ്ങുക. ഞാൻ കാണിക്കുന്ന എക്സസൈസ് പുഷപ്പ് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു എക്സസൈസാണ്. അത് നമ്മുടെ ബോഡി വെയ്റ്റ് കൈകൾക്കും കാലിലും കൊടുത്ത് നമ്മുടെ ശരീരം സ്ട്രെയിറ്റായി തന്നെ നിർത്തി, കൈയും സ്ട്രെയിറ്റായി നിർത്തി നമ്മുടെ ഒരു 45 സെക്കൻഡ്സോളം ആ ഒരു പൊസിഷനിൽ നിൽക്കുക എന്നുള്ളതാണ്. അതായത് പുഷപ്പ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു 45 സെക്കൻഡ് ബോഡി സ്ട്രെയിറ്റായിട്ട് നമ്മൾ നിൽക്കുന്നു. നമ്മുടെ ബോഡി വെയ്റ്റ് എല്ലാം കൈകളിൽ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഈ ടൈമിൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്യണം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോഡി സ്ട്രെയിറ്റായിട്ട് തന്നെ നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമതായി ഞാൻ ചെയ്യുന്നത് പ്ലാങ്ക് ഹോൾഡാണ്, അല്ലെങ്കിൽ പ്ലാങ്ക് പൊസിഷനിൽ ബോഡി വെയ്റ്റ് കൊടുത്ത് നമ്മുടെ ബോഡി സ്ട്രെയിറ്റായിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്. ഇതും 45 സെക്കൻഡ്സും 15 സെക്കൻഡ് റെസ്റ്റുമാണ്. അടുത്ത എക്സസൈസ് പ്ലാങ്ക് പൊസിഷനാണ്. ഈ പ്ലാങ്ക് പൊസിഷനിൽ നേരത്തെ നിന്ന പുഷപ്പ് ഹോൾഡിൽ നിന്ന് നാം എൽബോ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതും ബോഡി സ്ട്രെയിറ്റായിട്ട് നിർത്താൻ തന്നെ ശ്രമിക്കുക. തുടക്കത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം, പറ്റില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്താൽ സ്ലോ ഇൻസ്പിറേഷൻ, സ്ലോ എക്സ്പിറേഷൻ. നാൽപ്പത്തഞ്ച് സെക്കൻഡ്സ്, 15 സെക്കൻഡ് റെസ്റ്റ്. ഓക്കെ. മൂന്നാമതായി പറയുന്നത് റിവേഴ്സ് പ്ലാങ്ക് എന്ന് പറയുന്ന എക്സസൈസാണ്.
റിവേഴ്സ് പ്ലാങ്ക് പൊസിഷൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ കൈകൾ പുറകിലോട്ടാക്കി ശരീരത്തിനെ സ്ട്രെയിറ്റായി നിർത്തുന്ന ഒരു എക്സസൈസാണ് റിവേഴ്സ് പ്ലാങ്ക്. അടുത്ത പൊസിഷൻ റിവേഴ്സ് പ്ലാങ്ക് ആണ്. റിവേഴ്സ് പ്ലാങ്ക് എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത പ്ലാങ്കിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ഇത് കൈകൾ പുറകുവശത്ത് നിർത്തിക്കൊണ്ട് ബോഡി സ്ട്രെയിറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ബോഡി സ്ട്രെയിറ്റായിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സസൈസിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ചെയ്യുമ്പോഴും നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ നോക്കുക. ഡീപ്പായിട്ട് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. ഇങ്ങനെ 45 സെക്കൻഡ്സ് തുടരാൻ ശ്രമിക്കുക. ഓക്കെ. നാലാമതായി പറയുന്നത് വാൾ സിറ്റ് എന്ന് പറയുന്ന ഒരു എക്സസൈസാണ്. നമ്മുടെ ശരീരം മതിലിനോട് ചേർത്ത് നിൽക്കുന്നതിനോടൊപ്പം ഒരു സ്ക്വാറ്റിംഗ് പൊസിഷനിലേക്ക് വരുന്ന ഒരു എക്സസൈസ്. ഇതും 45 സെക്കൻഡും 15 സെക്കൻഡ് റെസ്റ്റുമാണ്. കൈ രണ്ടും പാരലായിട്ട്, ഗ്രൗണ്ടിന് പാരലായിട്ട് സ്ട്രെയിറ്റായിട്ട് പിടിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൈസും ഗ്രൗണ്ടിന് പാരലായിട്ട് ആണ് നിൽക്കുന്നത്. അതിനോടൊപ്പം നന്നായി ബ്രീത്ത് ചെയ്യണം. ഡീപ്പ് ഇൻസ്പിറേഷൻ, സ്ലോ എക്സ്പിറേഷൻ. ആദ്യം ചെയ്യുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, വിറയ്ക്കാനൊക്കെ നമ്മൾ തുടങ്ങും. പക്ഷേ എന്നിരുന്നാലും ഓവർ എ പീരീഡ് ഓഫ് ടൈം 1-2 ആഴ്ച കൊണ്ട് ഇതൊരു വളരെ എളുപ്പമായിട്ട് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലാസ്റ്റ് അത് 5-മത്തെ ഒരു എക്സസൈസ് പറയുന്നത് ബോട്ട് ഹോൾഡ് എന്ന് പറയുന്ന എക്സസൈസാണ്. ബോട്ട് ഹോൾഡ് എന്ന് പറയുമ്പോൾ നാം മലന്ന് കിടന്നിട്ട് കാല് ഒരു 6 മുതൽ 8 ഇഞ്ച് ഉയർത്തിപ്പിടിക്കുകയും കൈകൾ നീട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന വ്യായാമം. ഇതിൽ നാം ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് കാലുകൾ ഒരു 6 മുതൽ 8 ഇഞ്ച് ഉയർത്തിപ്പിടിക്കുക. അതുപോലെ തന്നെ കൈ സ്ട്രെയിറ്റായിട്ട് വയ്ക്കുക. അപ്പം ഏറ്റവും പ്രധാനം എല്ലാ എക്സസൈസിലും പറയുന്നത് പോലെ ബ്രീതിങ്. ആദ്യമായി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് തോന്നാം. സ്ലോയിൽ ചെയ്യുക, ബ്രീത്ത് ചെയ്യുക. ബുദ്ധിമുട്ട് ഇങ്ങനെ തുടരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ മുട്ട് മടക്കി വേണമെങ്കിലും നോക്കാം. ദിവസേന വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മിക്ക മസിൽസിനെയും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ്, ഐസോമെട്രിക് എക്സസൈസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് മസിൽ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത് തുടക്കക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഒരു ഡോക്ടറുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തീർച്ചയായും എല്ലാവർക്കും ചെയ്യാവുന്ന ലളിതമായ വ്യായാമ മുറകളാണ് ഇവയെല്ലാം. അല്ലെങ്കിൽ ഒന്ന് തുടങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. 1-2 ആഴ്ചകൾ കൊണ്ട് ഏവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണിത്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. പ്രമേഹമുള്ളവർക്ക് മരുന്നുകളോടും ഇൻസുലിൻ്റെയും ആവശ്യകത കുറയ്ക്കാനും മറ്റുള്ള ഒരു ഉന്മേഷം, ഉണർവ് എല്ലാം ജീവിതത്തിൽ നേടാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.